ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ രുചിയൂറുന്ന ഒരു പുതിയ കാഴ്ചയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണക്കാലമൊക്കെയാണല്ലോ. ഞാൻ ഇന്ന് രാവിലെ വെറുതെ ഒരുപാട് വിഷമിച്ചു പോയി. കാരണം മറ്റൊന്നുമല്ല, ഗുരുവായൂർ അമ്പലത്തിൽ റെക്കോർഡ് വിവാഹം നടക്കുന്നു. 356 വിവാഹമാണ് ഗുരുവായൂരിൽ റെക്കോർഡായി നടന്നിട്ടുള്ളത് എന്നുള്ള വാർത്ത കേട്ട് ഒരല്പം വ്യസനം തോന്നി. കാരണം ഒരു കല്യാണമെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അല്പം പായസമൊക്കെ കഴിക്കാമായിരുന്നു എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഉച്ചവരെ വീട്ടിൽ കഴിച്ചു കൂട്ടി. അതിനുശേഷം ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വെറുതെ ഒന്ന് പോയി. അപ്പോഴാണ് പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം റൂട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടത്. ഒരു ഓട്ടോറിക്ഷ ഒരു ചേട്ടൻ അങ്ങനെ നിൽക്കുകയാണ്. ആ ഓട്ടോയുടെ പല സൈഡിലുമായി പലതരത്തിലുള്ള ഗോതമ്പ്, പാലട, പരിപ്പ് എന്നൊക്കെ പറഞ്ഞ് പായസത്തിൻ്റെ പേരെഴുതി വച്ചിരിക്കുന്നു. മുൻപിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലായിരുന്നില്ല. തിരികെ വണ്ടി തിരിച്ച് വീണ്ടും വണ്ടിയുടെ പുറകിലെത്തി. അപ്പോഴാണ് മധുരമൂറുന്ന ഇത്തരം ഒരു കാഴ്ച എനിക്ക് ആസ്വദിക്കാനായത്. എന്നെ സംബന്ധിച്ച് രാവിലത്തെ സങ്കടം ഇവിടെ മാറ്റാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി സൈഡാക്കി. അതിനുശേഷം ഇതിൻ്റെ പായസത്തിൻ്റെ പേരുകളൊക്കെ ചോദിച്ചു. അപ്പോൾ ഗോതമ്പ് പായസമുണ്ട്, പരിപ്പ് പായസമുണ്ട്, പാലടയുണ്ട്. 3 ഐറ്റം പായസം നല്ല ചൂടുള്ള വൃത്തിയുള്ള വലിയ ടിന്നുകളിൽ നിറച്ച് വച്ചിരിക്കുന്നു. ആവശ്യക്കാർക്കനുസരിച്ച് മാത്രമേ ടിന്നിലേക്ക് പകർത്തൂ. ചൂടാറിപ്പോകാതിരിക്കാനാണത്. എന്നെ സംബന്ധിച്ച് ഗോതമ്പ് പായസം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പായസം ചോദിച്ചു. എത്രയാണ് വില എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ കഴിച്ചോളൂ, 30 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു പേപ്പർ ഗ്ലാസ്സിൽ നിറച്ച് പായസവും ഒഴിച്ച് അത് ചൂട് കൈ പൊള്ളാതിരിക്കാൻ അഡീഷണൽ ഒരു ഗ്ലാസ് കൂടെ വച്ച് നമുക്ക് തന്നു. ഞാനതങ്ങനെ മെല്ലെ സിപ്പ് ചെയ്ത് വളരെ ആസ്വദിച്ച് കുടിച്ചു. ഞാൻ പൊങ്ങച്ചം പറയുകയാണെന്ന് വിചാരിക്കരുത്. ഇദ്ദേഹത്തിൻ്റെ പേര് രവി. മാറമ്പള്ളിയിലാണ് വീട്. മാറമ്പള്ളി എന്ന് പറയുമ്പോൾ പെരുമ്പാവൂരിൽ നിന്നും ആലുവയ്ക്ക് പോകുന്ന പ്രൈവറ്റ് വഴിയാണ് മാറമ്പള്ളി. അദ്ദേഹത്തിൻ്റെ പായസം ഞാൻ അങ്ങനെ രുചിച്ച് കുടിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു അനുഭൂതി തോന്നി. കല്യാണം കൂടിയില്ലല്ലോ, 356 വിവാഹത്തിൻ്റെ ആ നടത്തിപ്പും അതിൻ്റെ ചടങ്ങുകളൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, പായസം കുടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടവും മാറി. അപാര രുചി. ഈ മാറമ്പള്ളിക്കാരൻ രവിയുടെ പായസം ഒരു വലിയ കൈപുണ്യമാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിന് പരസ്യവും ഒന്നും വേണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ ബോർഡുകൾ തന്നെ കണ്ടാൽ മതി. അദ്ദേഹം ഒരു ഫ്ലക്സിൽ സാധാരണയായി പരസ്യം ചെയ്യുന്നത് എഴുതിച്ച് ബോർഡുകൾ വയ്ക്കാറുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ കിടന്ന കാർഡ് ബോർഡുകളിൽ ഞാൻ തന്നെ ഉള്ള പെയിൻ്റൊക്കെ കലക്കി എഴുതി വച്ചിരിക്കുന്നതാണ് ഇത് എന്ന് വളരെ സിമ്പിളായി അദ്ദേഹം പറയുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം ജീവിച്ചു പോകുന്നത്. വളരെ സന്തോഷമായി പോകുന്നു ചേട്ടാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നമ്പർ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന രീതി നിങ്ങൾ കണ്ടു നോക്കും. വളരെ രസകരമായി തോന്നി. എല്ലാം ഒരു നാച്ചുറാലിറ്റിയായി എനിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ പായസത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പായസ ബോർഡുകളാണ് എന്നെ ആകർഷിച്ചത്. വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആ നിഷ്കളങ്കമായ എഴുത്തും എല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് ഇതൊരു വീഡിയോ ആയി പകർത്തിയാലോ എന്ന് ആഗ്രഹം തോന്നി. ഞാൻ അദ്ദേഹത്തോട് അനുവാദവും വാങ്ങി അങ്ങനെ ഞാൻ വീഡിയോ പകർത്തുകയാണ് ചെയ്തത്. അങ്ങനെ മധുരം നിറഞ്ഞ ആ ഗോതമ്പ് പായസവും ഒക്കെ കഴിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആരും തന്നെ കാര്യമായിട്ട് വരുന്നില്ല. ഇത് ചിലവാകുമോ എന്ന് കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഈ സ്പോട്ടിൽ ഉള്ളത്. ഈ സ്പോട്ട് എന്ന് പറയുന്നത് പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം പോകുമ്പോൾ പട്ടാല് കഴിഞ്ഞ് ഇരിങ്ങോൾക്കാവിന് മുമ്പായി നടുക്കുള്ളൊരു മധ്യസ്ഥലത്താണ് വലിയൊരു വിശാലമായ മരം അത് തണലായി ഒരുക്കി നിൽക്കുന്നു. അതിനടിയിലാണ് അദ്ദേഹം എന്നും എല്ലാ ഞായറാഴ്ചയും ഈ സ്പോട്ടിൽ വരുന്നത്. മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും ഇദ്ദേഹം ഞാൻ ഈ പറഞ്ഞ മാറമ്പള്ളിയും കഴിഞ്ഞ് ആലുവയ്ക്ക് പോകുന്ന പ്രൈവറ്റ് റൂട്ടിൽ മാറമ്പള്ളിക്കടുത്ത് തന്നെ ഉള്ള സ്ഥലത്ത് ഇദ്ദേഹം ദിവസവും ഇങ്ങനെ പായസം വിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖ്യമായ തൊഴിലാണിത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്ന് വണ്ടികൾ നിർത്തുന്നു. നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. ഞാൻ 1-2 പേരോട് ചോദിച്ചിട്ട് അവരുടെ അനുവാദം മേടിച്ച് ഞാൻ വീഡിയോ പകർത്തുകയാണ്. എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും വളരെ ഉന്മേഷവും തോന്നി. അങ്ങനെ അദ്ദേഹം ഒരു ഗ്ലാസ് പരിപ്പ് പായസം കൂടെ എനിക്ക് തന്നു. ഞാൻ അതും ഇഷ്ടത്തോടെ ആസ്വദിച്ച് അങ്ങനെ കഴിച്ചു. അങ്ങനെ ആ വീഡിയോ പകർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ആ ചിരിയും ആ ഒരു പ്രതീക്ഷയും എന്നെ വല്ലാതെ ആകർഷിച്ചു. നമ്മൾ എന്തിനാണ് ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്നത്? ഇങ്ങനെ സുന്ദരമായി ഈ കൊച്ചി വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്നൊരു കുടുംബം, അതാണ് എന്നെ വളരെ
ഇഷ്ടപ്പെടുത്തിയത്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു മാതൃകയാക്കി എനിക്ക് ആക്കിയാൽ കൊള്ളാമെന്ന് പോലും ഞാൻ എപ്പോഴും ലാളിത്യത്തെക്കുറിച്ച് പറയാനുള്ള ഒരാളാണ്. അങ്ങനെ മാറമ്പള്ളിക്കാരൻ രവിയുടെ രുചിയൂറുന്ന കൈപുണ്യമുള്ള ഈ പായസം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോയിൽ കണ്ട നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ഈ റൂട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഈ പായസം കഴിക്കാം. അങ്ങനെ മാറമ്പള്ളിക്കാരൻ രവിയുടെ പായസവും കഴിച്ച് രണ്ടാമത്തെ ഗ്ലാസ് പായസമാണ് ഞാനിപ്പോൾ കഴിക്കുന്നതെന്ന് ഓർക്കണം. അത് അദ്ദേഹം ഫ്രീ ആയി എനിക്ക് തന്നതാണ്. ഞാൻ പൈസ കൊടുത്തിട്ട് അദ്ദേഹം വാങ്ങിയത് പോലുമില്ല. അങ്ങനെ ആ പായസ കുടുംബം, ആ ഓട്ടോയുടെ വീഡിയോ ഒന്നുകൂടെ ഞാൻ പകർത്തിക്കൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം കാഴ്ചകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു. എന്നെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.